ഇത് കേരളത്തിലെ ഒരു മലയോര ഗ്രാമം. ഈ ഗ്രാമം നിഷ്കളങ്കതയുടെ പ്രതീകമായിരുന്നു. ഈ ഗ്രാമത്തിലെ കരോൾ സംഘങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇന്നിന്റെ കണ്ടെത്തലുകൾക്ക് ഇന്നലയുടെ വ്യവസ്ഥിതികൾ വഴിമാറിക്കൊടുക്കുക എന്നത് ഒരു സനാതന തത്വം. പക്ഷേ മറ്റെവിടെയും പോലെ ഇവിടെയും കരോൾ സംഘങ്ങൾ കാലത്തിന്റെ കുത്തൊഴുകിൽപ്പെട്ട് ഭക്തിയുടെ നിറവിൽ നിന്നും വാശിയുടെ വൈകൃതങ്ങളിലേക്ക് വഴിമാറിയിരിക്കുന്നു. പണവും മദ്യവും ആഘോഷങ്ങൾക്ക് മറക്കുടയായി മാറുന്ന ഇന്നിന്റെ സംസ്കാരം ഇവിടുത്തെ ജനതയെയും കാർന്നു തിന്നിരിക്കുന്നു. കഴിഞ്ഞ 25 വർഷങ്ങളായി ഇതിനെതിരെ നിസ്സഹായതയും മൗനവും ആയുധമാക്കി സമരം ചെയ്ത് സഹനത്തിന്റെ നാൾവഴികൾ താണ്ടുകയാണ് ഈ ഗ്രാമത്തിന്റെ സ്വന്തം സാന്താക്ലോസായ ഔസേപ്പ്. ഔസേപ്പ് പറയുന്നു, മാറ്റാൻ കഴിയാത്തതായി ഒന്നുണ്ട്, ദൈവം. അതുകൊണ്ട് തനിക്ക് സംവദിക്കാനുള്ളത് കർത്താവിനോടാണെന്നും അതിനുള്ള ഉത്തരങ്ങൾ അപ്പോൾ അവൻ തരും എന്നുള്ള ബോധവുമുണ്ട് ഔസേപ്പിന്. ആ ബോധമാണ് ഔസേപ്പിനെ നിലനിർത്തുന്നത്. എങ്കിലും പലതും കാണുമ്പോൾ ചിലത് പറയാതിരിക്കുന്നതെങ്ങനെ? ഇത് മൊത്തം ചവിട്ടി കയറ്റം വേണം. എന്തായാലും ഔസേപ്പേട്ടന് വല്ലതും അറിയണോ? കരോളിനൊറ്റ പാട്ട് പോലും ഇതുവരെ റെഡിയായിട്ടില്ല. താടിയും മുടി ഒട്ടിച്ച് അച്ചാന്റെ പാട്ട് ക്ലിയറാക്കി. ഈ മോളി ഇത് എവിടെ പോയി കിടക്കുക? അവൾ എനിക്ക് മുമ്പ് എങ്ങോട്ട് വരുമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അളിയ, മോളി നിന്റെ പെങ്ങളായതുകൊണ്ട് പറയുമല്ല, അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാ. വലിയൊരു മ്യൂസിക് ഡയറക്ടർ ഇവിടെങ്ങും ഇല്ലാത്ത പോലെ. അവള് വന്നില്ലെങ്കിൽ വേണ്ടെന്നേ, ഇതൊക്കെ നമ്മൾക്ക് ചെയ്യാവിടെ. ഇയാൾ കുറെ ചെയ്യും. കഴിഞ്ഞ വർഷമേ പുതിയ സിനിമാ പാട്ടിന്റെ ട്യൂണില് അവള് കമ്പോസ് ചെയ്ത സോങ്ങിനാ കുറച്ച് കാശ് വീണത്, അറിയോ? അതെ, ദയവ് ചെയ്ത് ഇത്തവണയെങ്കിലും ഇതൊരു കച്ചവടമാക്കരുത്. ദേ ഔസേപ്പേട്ട, നിങ്ങളുടെ പണി നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ നോക്കാനേ ഞങ്ങളുണ്ട് ഇവിടെ. ഒരു ഉപദേശകൻ. മുമ്പോട്ട് ചവിട്ടടാ. സണ്ണിക്കുട്ടിയല്ലയോ വരുന്നേ? എവിടേക്കാടാ സണ്ണി പറക്കുന്നത്? പറക്കും ചേട്ടാ, പറക്കും. ഞാനല്ല, കട്ടിലപ്പോൾ ടീം പറക്കും. കാണാൻ നമുക്ക്. ഇത്തവണ അമ്മ ക്രിസ്മസ് അടിച്ച് തകർക്കുന്നാ തോന്നണേ. ഓട്ടടാ, ചവിട്ട്. കൊണ്ടുപോയി കൊല്ലിക്കല്ലേ. മക്കളെ, ഇവിടെ കൂടുന്ന എന്നാ ചെയ്യുവാ? എന്നാച്ചോ? നാളെ കരോൾ ഇറക്കണ്ടായോ? റിഹേഴ്സലും തുടങ്ങുന്നില്ലയോ? മോള് വരാതെ എങ്ങനാച്ചാ തുടങ്ങുന്നേ? അവൾ ഇതുവരെ വന്നില്ലയോ? സാരല്ല, ഞാൻ ലീഡ് ചെയ്യാം. എന്റെ പൊന്നച്ചോ, ചെലവായ കാശെങ്കിലും കിട്ടണം. അച്ഛന്റെ 18-ാം നൂറ്റാണ്ടിലെ പാട്ടൊക്കെ ഇപ്പൊ ആർക്കാ വേണ്ടേ? മറിയ ജോണേ, കണക്കൊക്കെ നോക്കിയോ? നോക്കിയോ? എല്ലാം കൂടി എത്ര കിട്ടും? പിന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ എന്തായാലും കൂടണം. 10-25 പുതിയ വീടുകൾ വന്നിട്ടുണ്ട്, അതുകൂടി ചേർത്ത് നോക്കണം. ശരിയച്ചോ? അച്ചോ, ഒന്നിങ്ങോട്ട് വന്നേ. ഇതാ വരുന്നു. എന്നാ ഔസേപ്പേ,
അച്ഛനും ഈ തോന്നിയാസത്തിന് കൂട്ടി നിൽക്കുവാണോ? അത് പിന്നെ പിള്ളേരല്ലേ ഔസേപ്പെ. പിള്ളേരാണെന്ന് വെച്ച് എന്തു ആകാമെന്നാണോ? ദൈവപുത്രന്റെ വരവ് മാലാഖമാര് പാടി അറിയിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടല്ലേ അച്ചോ കരോൾ നടത്തുന്നത്? അതിപ്പോ സിനിമാ പാട്ടിന്റെ ടൂണില് ഇതൊന്നും ശരിയാകുകയല്ല അച്ചോ. കർത്താവ് പൊറുക്കുകയല്ല. ഔസേപ്പ് അങ്ങനെ പറയരുത്. കാലമൊക്കെ മാറിപ്പോയില്ലയോ? കാലം മാറിയാലും കർത്താവ് മാറും അച്ചോ. ഔസേപ്പെ, ഇതാ ഇപ്പോൾ ആൾക്കാർക്ക് പ്രിയം. മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടതല്ലയോ നമ്മൾ കൊടുക്കേണ്ടത്? ഈ ഇഷ്ടം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്തതല്ലേ അച്ചോ. തന്നോട് തർക്കിക്കാൻ ഞാനില്ല. പൊക്കോ ആഞ്ഞ ചവിട്ടടേ. മുന്നോട്ട് പോവാ. അളി നമുക്ക് ഈ കൂടെ ഇവിടെ അങ്ങ് സെറ്റ് ചെയ്താലോ അളിയാ? ഒന്ന് പോടാ ചോയ്. ദോ അതിന്റെ മോളിൽ കൊണ്ട് set ബ്രേക്ക് ചെയ്യാം. നിനക്ക് വേണം അല്ല തോരണത്തിന്റെ അടി വെച്ചാലോ? ആ ലൈറ്റിന്റെ കാര്യം എന്തായി? എടാ പോയ്, എന്നടാ സണ്ണി? എല്ലാം തകർത്തടാ. ആ. സർവ്വതും തകർത്തു. എന്താ പറ്റി? നീ വന്നേ, നിന്റെ പെങ്ങള് മോളിയെ അവന്മാര് ചാക്കിട്ടു. അവളിപ്പം കട്ടിലപ്പോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ റിഹേഴ്സൽ ക്യാമ്പിലുണ്ട്. എടാ മോനി, നീ അവളുടെ അച്ഛനെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവള് തോമസ് പറയുന്നത് പോലെ കേൾക്കും. ഒരുമാതിരി മറ്റവർത്താനം പറഞ്ഞോണ്ടല്ലോ. മോനി, വിട് വിട്. പാട്സ് ഞാൻ തുപ്പിക്കും. എടാ നീ അതിന് എന്റെ മെക്കിട്ട് കയറിയിട്ട് ഒരു കാര്യമില്ല. ഞാനൊരു സത്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നീ ഈ കാണിക്കുന്ന ആവശ്യം അവന്റെ അടുത്ത് നിന്ന് കാണിക്ക്. ഇവിടെ ഒന്ന് വിട്ടേടാ, ഞാൻ പറയട്ടെ. ഇവിടെ കിടന്ന് തല്ലിച്ചാൽ അവിടെ ചെന്ന് കലിപ്പുണ്ടാക്കാൻ നോക്ക്. വാടാ. ചെല്ല്. അല്ല പിന്നെ ഇതങ്ങോട്ട് കള ഔസേപ്പേട്ട. പഴയ പഞ്ഞൊട്ടിച്ച വൃത്തികെട്ട സാന്താക്ലോസ്. ഇത് നോക്കിയേ, ബ്രാൻഡഡ് ന്യൂ. ഒന്നും ഒട്ടിക്കേണ്ട, എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. ചൈനീസ് റബ്ബറൈസ്ഡ് പോസ്റ്റ് മോഡേൺ ഐറ്റം. പിന്നെ ഈരാളിയുടെ കടയിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിതങ്ങ് തപ്പി. ഞാൻ ആരാ മോനെന്നറിയണ്ടേ? ഇത് നോക്കിയേ. അയ്യോ, എടാ പോയി പോവല്ലേ, ഞാനും ഉണ്ട്. ഇതെടുത്തോ. നിന്നടാ മോനിയെ, ഞാനും ഉണ്ട്. മോനിയെ